ഹലോ എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ടുള്ള റൈസ് പേപ്പർ കൊണ്ടുള്ള ഒരു ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ ഓംലെറ്റിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു 4 മുട്ടയിൽ കുറച്ച് സവാളയും ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് നടിച്ചെടുക്കുക. അതിൻ്റെ കൂടുതൽ കുറച്ച് സ്പിനച്ച്, പിന്നെ ഷ്രെഡഡ് ചിക്കൻ, എന്ത് ചിക്കൻ ആണെങ്കിലും കുഴപ്പമില്ല, വേവിച്ചതായിരിക്കണം എന്നേ ഉള്ളൂ. ചിക്കൻ കറിയിട്ട ചിക്കനോ റോട്ടീസറി സ്റ്റൈൽ ചിക്കനോ കുറച്ച് ഉപ്പിട്ട് വേവിച്ച ചിക്കനോ എന്ത് ചിക്കൻ ആണെങ്കിലും കുഴപ്പമില്ല. അത് നമ്മൾ സാധാരണ പോലെ ഒരു ഓംലെറ്റ് പോലെ ഉണ്ടാക്കുന്ന പോലെ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. അതിന് മുകളിൽ കുറച്ച് ചീസും കുറച്ച് ബ്ലാക്ക് പെപ്പറും ഇട്ട് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്ത് വെക്കുക. ഇനി നമ്മളൊരു 2 മുട്ട അടിച്ചെടുക്കണം. അത് നമ്മൾ റൈസ് പേപ്പർ അതിൽ ഡിപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് വന്നോളും. ഇനി നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ചിക്കൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിനുള്ളിൽ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത്, ഒന്നെങ്കിൽ ഒരു റോളാക്കി എടുക്കുക, അല്ലെങ്കിൽ അത് നമുക്കൊരു 2-3 എണ്ണം ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു സ്പൈറൽ ഷേപ്പിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാൻ ആ റോൾ ചെയ്യുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് ഞാനോ എൻ്റെ തോളിൽ കയറിയിരുന്നു. ഇനി ഇത് എയർ ഫ്രയറിൽ ഒരു 375 ഡിഗ്രി ഫാരൻഹൈറ്റിൽ ഒരു 15 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഇനി എയർ ഫ്രയർ ഇല്ലെങ്കിൽ എണ്ണയിൽ വറുത്താലും മതി, അല്ലെങ്കിൽ സാധാരണ അവനിൽ 375 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ്. പിന്നെ ഒരു ലുക്കിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ എവറിത്തിങ് ബേഗിൾസിൻ്റെ സീസണിങ്, അല്ലെങ്കിൽ നമ്മുടെ കുറച്ചൊരു എള്ള് അതിൻ്റെ മുകളിൽ ഇടുക. ഇത് പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും, റൈസ് പേപ്പർ ആയതുകൊണ്ട് നല്ല ക്രിസ്പി ആയിരിക്കും. ഉള്ളിൽ ഒബ്വിയസ്ലി ചിക്കനും ചീസൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഞാനിതൊരു അവക്കാഡോ ഡിപ്പിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തത്. അവക്കാഡോ ഡിപ്പിൻ്റെ റെസിപ്പി ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ലെറ്റ് മീ നോ.